നമസ്കാരം കൂട്ടുകാരെ. ഞാൻ അയർലൻഡിലെ ഒരു സെൻറ്റ് കാതറിൻസ് പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെ മനോഹരമായ ഒരു പാർക്കാണ്. വീഡിയോ തുടങ്ങുമ്പോൾ പാർക്കിലോട്ടുള്ള വഴിയാണ് കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നല്ല മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക, കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ അമർത്തി ഒന്ന് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പോഴപ്പോഴും തന്നെ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക. സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കട്ടെ. ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പമൊക്കെ അവിടെയുണ്ട്. വളരെ നല്ലൊരു പാർക്കാണ് സെൻറ്റ് കാതറിൻസ് പാർക്ക്. ആ വഴിയിലോട്ടുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 200 ഏക്കറോളം ഈ പാർക്കുണ്ട്. 2 ഡിസ്ട്രിക്റ്റുകളുടെ അടുത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. ഒന്ന് പകുതി ഡബ്ലിനിലും പകുതി കിൽഡേറിലുമായിട്ട് ഫിൻഗാൾ കൗണ്ടി എന്ന് പറയും. അതിങ്ങനെ പോകുന്ന വഴി വളരെ മനോഹരമാണ്. അവിടെ 15 സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 15 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലോട്ടുള്ള വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുഡും ഒത്തിരി മരങ്ങളും ഒത്തിരി നല്ല കാർ പാർക്കുണ്ട്. ഒരു 10-50 വണ്ടിയിൽ കൂടുതൽ കാർ പാർക്കുണ്ട്. ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ ഒരു കോഫി സ്റ്റാൾ സാധാരണ വരാറുണ്ട്. വളരെ നല്ലൊരു ജിമ്മുണ്ട്, സൗകര്യമുണ്ട്. ജിമ്മ് വളരെ എല്ലാ രീതിയിലും നമുക്ക് ഔട്ട്ഡോർ ജിമ്മായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ഫിറ്റ്നസ്സിന് പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു സ്പോർട്സിന് ബൈക്കും കാറും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള 50ലധികം സ്പേസ് അവിടെ ഉണ്ട്. ഒരു ചെറിയൊരു ഓഫീസുണ്ട്. പിന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത് വരുമ്പോൾ ഞാൻ പറയാം. ഇത് ജിമ്മ് വളരെ നല്ല അതിൽ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇതിലൊരുവിധമുള്ള എല്ലാ സെറ്റിങ്സും നമ്മൾ ജിമ്മിൽ കിട്ടുന്ന അത്ര നമുക്ക് പോയി എൻജോയ് ചെയ്യാം, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തായിട്ട് പുതിയൊരു ക്രിക്കറ്റ് പിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഡോഗ് വാക്കിംഗ് ഉണ്ട്. പിന്നെ സോക്കറിൻ്റെയും ഫുട്ബോളിൻ്റെയും ട്രെയിനിങ്ങിനുള്ള സ്ഥലമുണ്ട്. വാക്കിംഗ് നല്ല വാക്കിംഗ് ഉണ്ട്. ബ്രിഡ്ജ് വളരെ മനോഹരമാണ്. ഇതിങ്ങനെ ജോഗ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് സീറ്റുണ്ട്. നമുക്ക് വളരെ വിശാലമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാറൊന്നും അനുവദിച്ചിട്ടില്ല. ഈ റോഡിൽ കൂടെ സൈക്ലിംഗ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മുകളിലുള്ള സ്ഥലങ്ങളിൽ നടക്കാനായിട്ട് നമുക്ക് ഡോഗ് വാക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ഒത്തിരി മരങ്ങളുണ്ട്. അതുപോലെ ചെറിയ ചോലകൾ, നമ്മുടെ നാട്ടിലുള്ള തോട്ടുകൾ പോലുള്ള ചോലകൾ വന്നിട്ട് റിവർ ലിഫിയിലോട്ട് ഇത് ജോയിൻ ചെയ്യുകയാണ്. അതങ്ങോട്ട് നല്ല ചെറിയ കൊച്ചു ചോലകൾ. ഈ ചോലകളെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ വീഴുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്പി വെച്ച് കെട്ടിയിട്ട് ഈ മരത്തിൻ്റെ ഇലകളൊക്കെ അരിച്ചിട്ടേ വിടുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ ഇവിടെ ആരും സാധാരണ വേസ്റ്റ് ഇടാറില്ല. വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വേസ്റ്റ് ഇടാറുള്ളൂ. എന്തെങ്കിലും ആ പുഴ മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. കല്ലുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പാർക്ക്. അതുപോലെ ഇതിങ്ങനെ അതിൻ്റെ പുറകുവശമാണ്. ഇവിടെ ഇങ്ങനെ ചെടികളുണ്ട്. ഇത് വിൻ്ററിലാണ് എടുത്തത്, അതുകൊണ്ട് വലിയ ഭംഗിയില്ല. സമ്മറിൽ ഞാൻ ഒരു വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അവിടെ സൈക്കിൾ ട്രെയിനിങ് ഉണ്ട്. ജിം ഒന്നും കൂടെ ഒരു ഫോട്ടോ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ വളരെ മനോഹരമായിട്ടുള്ള ചോലകളെന്ന് പറഞ്ഞാൽ നല്ല തെളി നീരാണ് അവിടെ. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങാനായിട്ട് ഇതിവിടെ ഇറങ്ങാൻ പാടില്ല. എങ്കിലും കാല് നനയ്ക്കായിട്ടുള്ള സ്ഥലം കുറച്ച് കഴിഞ്ഞിട്ട് അവർ താഴെ അവിടെ ഇറങ്ങാൻ സമയത്ത് അവർ ലിഫിയിലോട്ട് വെള്ളം ഇറങ്ങുന്ന സ്ഥലത്ത്, വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് അവർ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ സൈഡിൽ കൂടെ കാറിൽ വരാമെന്ന് എനിക്ക് തോന്നുന്നു. കാർ ഇങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ട്. ഒത്തിരി നടക്കാനായിട്ടൊരു 200 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2 മുതൽ 5 കിലോമീറ്റർ വരെ നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. പെഡസ്ട്രിയൻ ബ്രിഡ്ജുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് ജോഗിങ്ങിനുള്ള സൗകര്യം, കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നടപ്പാത. ഇത് സൈക്കിളിൽ പോകാൻ പറ്റത്തില്ല, നടന്നു മാത്രം നമുക്ക് നമ്മുടെ പെറ്റ്സിനെയും കൊണ്ടുപോകാം. വളരെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഞങ്ങൾ സമ്മറിൽ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. വിൻ്ററിൽ കുറച്ച് സ്ഥലത്ത് പോകും. ഇത് ഇങ്ങനെ പോയിട്ട് അവിടെ ഒത്തിരി മരങ്ങളുണ്ട്. കാടും മരങ്ങളും ഉള്ള ഒരു നല്ല നടപ്പാത. വളരെ ഭംഗിയാണ്. സൈക്കിൾ ട്രാക്ക് ഇല്ല.
അതുകൊണ്ട് ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസ്, ഇപ്പോൾ ഈ യൂറോപ്പിലുള്ള ഗവൺമെൻറ് എല്ലാ രീതിയിലും ചെയ്യുന്ന ഫിറ്റ്നസ് ഫ്രീ ആയിട്ട് കൊടുക്കുക. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിനായിട്ട് അവരെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ആളുകളുടെ ഫിറ്റ്നസ്സാണ്, ആളുകളുടെ ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസ് അവർ ചെയ്തിട്ടുണ്ട്. ആളുകളുടെ ഫിറ്റ്നസ്, ആളുകളുടെ മാനസികവും ആരോഗ്യവുമായിട്ടുള്ള ഇതിടയ്ക്ക് കയറി നിൽക്കാനായിട്ട്, നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ കയറി നിൽക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ആളുകളുടെ മാനസികവും ശാരീരികവുമായിട്ട് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ അതൊക്കെ നല്ലതാണ്. നമുക്ക് സമ്പത്ത് മാത്രമല്ല, നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ഉല്ലാസം. 1 മണിക്കൂറൊക്കെ പോയെന്ന് നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയും ഒന്ന് വാമപ്പാവും, നമ്മുടെ ശരീരം ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും. പിന്നെ ആളുകളൊക്കെ ഒരു ഹായും ഒക്കെ പറയും, സംസാരിക്കുന്നവരാണ്. ഇവിടെ ഈ ഹർഡിൽസൊക്കെ ഇങ്ങനെ സൈക്കിളിനെ ട്രെയിൻ ചെയ്യാനായിട്ടാണ് ഒരു വലിയ ട്രാക്ക് ഇതിട്ടുണ്ട്. അത് ഫീസ് കൊടുക്കണം. ബാക്കിയെല്ലാം ഫ്രീ ആണ്. ഈ പാർക്കിംഗ് ഫ്രീ ആണ്, ഇതിലെ പ്രവേശനം ഫ്രീ ആണ്. പിന്നെ വൈകിട്ട് നമുക്ക് ടോയ്ലറ്റ്സൊക്കെ യൂസ് ചെയ്യാം, അതെല്ലാം ഫ്രീ ആണ്. പിന്നെ ഇതിങ്ങനെ നല്ല രസമാണ്. അവർ ട്രെയിൻ ചെയ്തിട്ട് ബോഡിയെല്ലാം ഫിക്സ് ആക്കാനായിട്ട്, മത്സരങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ വളരെ നല്ല ഒരു രീതിയിലാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.